ഹലോ എത്ര ആളെ വിളിച്ചിട്ട് പോയേക്കണേ? ഹലോ ആ ഞാൻ അണ്ടർ വിച്ചാപ്പാണ്. ആ വിച്ചാപ്പാണ്. ഞാൻ നോക്കിയാണ് ഈ നേരത്തെ വിളിച്ചപ്പോ ഒരു ചങ്ങായി പോയേക്കാണ്ടോണ്ട് കട്ടാക്കിയേക്ക. ഞാനതുകൊണ്ട് ക്ഷമിച്ചു. വേറെ ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ കാണുനി. എന്റെ പേര് വിച്ചാപ്പ്, അണ്ടർ വിച്ചാപ്പ് എന്ന് പറഞ്ഞാൽ ചെങ്ങാരി ചക്കപ്പള്ളി വന്ന് അന്വേഷിച്ച ആരും കാട്ടി തരും. പേരൊക്കെ ചെറിയ പേരാണ്. വിച്ചാപ്പു ബ്രാക്കറ്റിൽ അണ്ടർ വിച്ചാപ്പു എന്നിട്ടാ. അണ്ടർ വിച്ചാപ്പു പറഞ്ഞാലേ അറിയുള്ളൂ. ആ അണ്ടർ വിച്ചാപ്പു എന്ന് പറഞ്ഞാലേ അറിയുള്ളൂ ആൾക്കാരൊക്കെ. അങ്ങനെ എഴുതിയത്. ആ വിച്ചാപ്പു അണ്ടർ വിച്ചാപ്പ പറയാ. നമ്മള് കോഴിവണ്ടിയിലാണ്. ഇപ്പൊ ഇന്നലെ മുളക് വണ്ടി കയറിയത്. മലയാളത്തിൽ പറഞ്ഞ വലിയ പേരേനി. എനിക്ക് ആകെ 3 ഇംഗ്ലീഷ് അറിയുള്ളൂ. ഫുൾ ഓപ്ഷൻ, എഡീഷൻ, എഫക്റ്റ്. അതെ ഞങ്ങള് കോഴിവണ്ടി വരുമ്പോ പോണ പറയണ ഇംഗ്ലീഷ് ഇപ്പൊ അതാണ്. യെസ് അതന്നെ. വിച്ചാപ്പു അണ്ടർ വിച്ചാപ്പു എന്ന് വിളിക്കും. ആ ഞാൻ നോക്കിയാണ് നമ്മള് പിന്നെ ഡോക്യുമെന്റ് ഇപ്പൊ 20 റുപ്യന്റെ കൂപ്പണൊക്കെ ഇറക്കീനല്ലോ. ആ 20 റുപ്യന്റെ കൂപ്പല്ലേ? കൂപ്പൺ ഇല്ലേ കൂപ്പൺ? 10 ആ കൂപ്പൺ മാന്തിയപ്പോളേ ആ കൂപ്പന്റെ ബാക്കില് മറ്റേ ഒരു കറുത്ത ഇതടിച്ചില്ലേ, പെയിന്റ് അടിച്ചില്ലേ? അത് മാന്തണ സ്ഥലല്ലേ? ഞാൻ പറയുന്ന വിവരങ്ങൾ താങ്കൾക്ക് വ്യക്തമാവുന്നുണ്ടോ? ആ അതാണ് ഞാൻ നിങ്ങളെ ഒന്നും മുണ്ടണില്ല, അതുകൊണ്ട് ചോദിച്ചാൽ നിങ്ങളത് വിചാരിച്ചത് വസൂറ. ഞാൻ അത് മാന്തിയപ്പോ ഒരു ഇതിന്റെ കുറച്ചിനും നമ്മളൊരു കുറച്ചിനും മാന്തി കഴിഞ്ഞ ഒരു തുഞ്ച് കുൻപ് പൊന്തിക്കൂലേ ഇതിന്റെ? ആ അത് അതെ അതെ അതന്നെയാണ്. പക്ഷെ ഞാൻ എനിക്കൊരു കുഴപ്പം പറ്റി. അതായത് ഞാൻ കുറച്ച് മാന്തിയപ്പോ പിന്നെ കിട്ടണില്ല. ഞാൻ കുറച്ച് തുപ്പലാക്കിയാണ് മാന്തിയപ്പോ ഒക്കെപ്പാടെ പൊളിഞ്ഞാണ് പോകുന്നത്. അതിനിപ്പോ എത്താ കിട്ടുക? അതിന്റെ ഫുൾ ഓപ്ഷൻ തുപ്പലാക്കി മാന്തിയപ്പോ പൊളിഞ്ഞു പോന്ന്. അതിനെന്തേലും പ്രതിവിധി ഉണ്ടെങ്കിൽ പറഞ്ഞേരി. അതിന്റെ ഫുൾ ഓപ്ഷൻ പറഞ്ഞാ അമ്മ റെഡിയാക്കി. അല്ല ഇത് തുപ്പലാക്കി മാന്തിയപ്പോ ഇത് പൊളിഞ്ഞു പോകുന്നത്. ഇനി രണ്ടാമത് ഇനി നമ്പർ കാണാൻ വല്ല എന്തേലും ഐഡിയ എന്തേലും ഉണ്ടോന്ന് ചോദിച്ചാ. അത് ഞാൻ പറഞ്ഞ നിങ്ങളടുത്തത് സംഭവിച്ച തെറ്റല്ല ശരിക്ക്. നിങ്ങളിത് പിന്നെ ഈ പെയിന്റ് അടിച്ച് ശരിക്കും കറക്റ്റ് ആയിട്ട് ഇതിന്റെ മുകളിൽ കൂടെ ഇതിന്റെ എഡിഷൻ ശരിക്കും കറക്റ്റ് ആകാത്തോണ്ടാണ്. ശരിക്കും ഇതിന്റെ എഫക്റ്റ് നിങ്ങൾക്ക് വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഇത് കറക്റ്റ് ചെയ്ത്. ഏനെ അല്ല ഈ എനിക്ക് തന്ന എത്ര കൂപ്പുകൾ എന്തോ ഒരു ഇത് പറ്റീന്. അല്ല ഇപ്പൊ ഞാൻ വാങ്ങുന്നപ്പോ ഞാൻ പോയി എത്ര കാനും കൂപ്പൺ ധൈര്യം വാങ്ങിച്ചാണ് 50, 100 അങ്ങനെ ചെയ്യുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നൊരു ഭർത്താനുള്ള കേസല്ല. പക്ഷെ ഞാൻ അത് മാന്തിയപ്പോ തുടക്കത്തിലെ ഇതൊരു വസ്തു വന്നപ്പോഴേ എനിക്കൊരു ഇതുണ്ട്, ഇത് ആപ്പാടെ ഇതാവുന്നു. ഞാൻ കുറച്ച് തുപ്പലാക്കി ഒന്ന് മാന്തിക്കണം. അത് ഈ കടലാസടക്കം പൊളിഞ്ഞാണ് പോകുന്നത്. ഇതിന്റെ എഫക്റ്റ് എനിക്ക് വന്നിട്ടില്ല. ശരിക്കും ആ കറുപ്പ് പെയിന്റ് അടിക്കുമ്പോൾ ഇതിന്റെ ഒരു എഫക്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പൊ അതിനെന്തായാലും ഫുൾ ഓപ്ഷൻ ഞാൻ അതല്ല പറഞ്ഞത്. നിങ്ങൾ എന്താ വെച്ചാൽ നിങ്ങളെ ഈ പിന്നെ കൂപ്പടുന്ന ഈ പെയിന്റ് അടിച്ചിട്ടുണ്ടോ അതേമാതിരി നിങ്ങളെ സിം ഉണ്ടല്ലോ. ഇതിന്റെ നാള് ആദ്യം ഒരു ഡോക്യുമെന്റ് സിം ഉണ്ടായിരുന്നു. അതുമാതിരി ഞാൻ പറഞ്ഞു എനിക്ക് പിന്നെ കോഴി വണ്ടിയിൽ തന്നെ ഏർപ്പാട്. അപ്പൊ കോഴി വെട്ടലും ഉണ്ട്. പിന്നെ ഇപ്പൊ മുളക് വണ്ടി കയറുന്നുള്ളൂ. ഒന്നാൾ കോഴി വെട്ടിയപ്പോ എനിക്ക് ചോരായിട്ട് ഞാൻ മാന്തി കളഞ്ഞതാണ്. അതിനും അതന്നെ ടാറ്റ ഡോക്യുമെന്റ് പറയണേ. അതിമിക്കിന്റെ സിമ്മിക്ക് ഒരു തുള്ളി ചോരായതിന് ഞാനതൊന്ന് മാന്തി കളഞ്ഞതാ. സിം അടക്കം പൊളിഞ്ഞാണ്ട് പോകുന്നു. എന്നിട്ട് ഞാൻ പുതിയ ഡൂബിൾ സിം എടുത്തില്ലേ, 45 റുപ്യ കൊടുത്താണ്ട് ഞാൻ അണ്ടർ വിച്ചാപ്പ് പുതിയ സിം എടുത്ത്. അതൊക്കെ ഇനി വൈകുന്നേരം വരെ നമ്മൾ കോഴി വണ്ടി പോയി നയിച്ചിട്ടങ്ങനെ കായാണ് ഈ പോണത്. സങ്കടം ഉണ്ട്. ഇപ്പൊ ഈ 10 റുപ്യ തരും വേണ്ടില്ല. നിങ്ങളൊരു വണ്ടി മതി പറയല്ലത്. ആലോചിക്കുമ്പോ വിഷമമുണ്ടത്. നിങ്ങൾക്കൊക്കെ അവിടെ കുത്തി അങ്ങനെ പറഞ്ഞാൽ മതി. ഇത് മനുഷ്യനവിടെ ഇതിന്റെ ഇടങ്ങാരൊക്കെ അനുഭവിക്കുന്നത്.
ശരി 20 ഉറുപ്പ്യ ഇട്ടത്തെ പോയി അല്ല തമാശ പറയല്ല. എന്ത് ഇൻഫോർമേഷൻ ആണ് താങ്കൾക്ക് അറിയേണ്ടതെന്ന് ആദ്യം പറയൂ. ഞാൻ പറഞ്ഞില്ല എന്റെ 20 ഉറുപ്പ്യ പോയിക്കണ്. അത് പോയത് എവിടെയാണ് പോയത്? ഞാൻ എന്റെ കീസിൽ നിന്ന് ചാടി പോയതല്ലേ. 20 ഉറുപ്പ്യ ഞാൻ പീടിയെന്ന് താഴത്ത് സിബുവിന്റെ നിങ്ങള് സിബുവിന് നിങ്ങള് ഡോക്യുമെന്റ് ഇത് കൂപ്പൺ അവിടെ പീടി കൊടുക്കണ്ടെങ്കിൽ അത് അവിടുന്ന് അണ്ടർവീച്ചാപ്പ് കൂപ്പൺ വാങ്ങിന്. അത് മാന്തിയപ്പോ കുറച്ച് പൊളിഞ്ഞ് പോന്നീന്, തുപ്പലാക്കി മാന്തിയപ്പോ മൊത്തം പോയിന്. അല്ല നിങ്ങൾ ഇതിന്റെ വലിയ മലയാളിക്കാണ് കൊടുത്തല്ലേ, ഞാൻ മൂപ്പരായിട്ട് സംസാരിച്ചോളാം. ഇതിന്റെ ഒക്കെ മോൾക്ക് വലിയ ആൾക്കാരുണ്ടല്ലോ. പിന്നെ ഇങ്ങോട്ട് ഞാൻ ഹലോ അല്ല വേറെ സംശയം ഉണ്ടായിനി, അത് നിങ്ങൾക്ക് തീർക്കാൻ പറ്റുമോ ചോദിച്ചോട്ടെ. ഹലോ അല്ല അവിടെ നിൽക്കുക, ഒരു മിനിറ്റ്. ചാർജ് 1 സെക്കൻഡ് വെറും 2 പൈസ മാത്രം. ഇനി ആരെ വിളിച്ചാലും നിങ്ങൾക്ക് കേൾക്കാം നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ മാത്രം ഞങ്ങളുടെ മൈ സോങ് സർവീസിലൂടെ. ഈ ഓഫറിനെ പറ്റി കൂടുതൽ അറിയുവാനായി ഞങ്ങളുടെ കസ്റ്റമർ സർവീസ് ഏജന്റുമായി സംസാരിക്കൂ. അല്ലെങ്കിൽ ഡയൽ ചെയ്യൂ 543-217 എന്ന ഞങ്ങളുടെ നമ്പറിലേക്ക്. ചാർജ് 1 സെക്കൻഡ് വെറും 2 പൈസ മാത്രം. ഇനി ആരെ വിളിച്ചാൽ മാത്രം ഞങ്ങളുടെ മൈ സോങ് സർവീസിലൂടെ. ഈ ഓഫർ